വിശ്വവിഖ്യാതനായ ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ ഓർമ്മകൾ ഉണർത്തുന്ന കിളിമാനൂർ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരാൾക്കും പരിചിതമായ മുഖമാണ് രാമവർമ്മ തമ്പുരാൻ്റേത്. അദ്ദേഹം കിളിമാനൂർ കൊട്ടാരത്തിലെ ഇളം തലമുറക്കാരനാണ്. കൂടാതെ സംഗീതജ്ഞനാണ്, സംഗീത സംവിധായകനാണ്. പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കൊട്ടാരത്തെ അതിൻ്റെ പഴമയോടെ, അതിൻ്റെ പ്രൗഢിയോടെ തന്നെ നിലനിർത്താൻ അക്ഷീണ പരിശ്രമം നടത്തുന്ന ഒരാൾ കൂടിയാണ് രാമവർമ്മ തമ്പുരാൻ. നമസ്കാരം സർ. സർ, രാജ രവിവർമ്മ എന്ന ചിത്രകാരനെ കുറിച്ച് താങ്കളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഓർമ്മ എന്താണ് ഈ കൊട്ടാരത്തെ പറ്റി? ഓർമ്മ എന്ന് ചോദിച്ചാൽ, രവിവർമ്മ എല്ലാവരുടെയും മനസ്സിൽ, അല്ലെങ്കിൽ ലോകത്ത് രവിവർമ്മയെ ആരാധിക്കുന്ന, സ്നേഹിക്കുന്ന എല്ലാവരുടെയും പുതിയ തലമുറയുടെയും മുമ്പിൽ രവിവർമ്മ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അറിയാം, എല്ലാവർക്കും അറിയാം, കിളിമാനൂർ കൊട്ടാരം രാജാ രവിവർമ്മയുടെ ജന്മഗൃഹമാണ് അല്ലേ. അപ്പോൾ ഈ കൊട്ടാരത്തിൽ 1848 ഏപ്രിൽ 29 അദ്ദേഹം ജനിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണം അറിയാം. അദ്ദേഹത്തിൻ്റെ മരണവും ഇവിടെ തന്നെ ആയിരുന്നു, 1906 ഒക്ടോബർ 2. അപ്പോൾ ഈ ഒരു ലൈഫ് സ്പാൻ രവിവർമ്മയുടെ ആ കാലഘട്ടം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ചിത്രകലയുടെ, അല്ലെങ്കിൽ ഇന്നും ലോക ചിത്രകലയുടെ നെറുകയിൽ ഭാരതത്തിൻ്റേതായ ഒരു വിളക്കുണ്ടെങ്കിൽ അത് രാജാ രവിവർമ്മയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ രാജ്യസഞ്ചാരങ്ങളോട് അദ്ദേഹം ഇങ്ങനെ ചിത്രകലയ്ക്ക് വേണ്ടി സമർപ്പണം ചെയ്ത അദ്ദേഹത്തിൻ്റെ അനുജൻ രാജരാജവർമ്മയും ഈ ചിത്രകലയിലെ രാമലക്ഷ്മണന്മാരായ രവിവർമ്മയും, ചേട്ടൻ രവിവർമ്മയും അനുജൻ രാജരാജവർമ്മയും, ഇവരുടെ ഒരു യാത്ര, ഈ യാത്രകൾക്കുടെ ഇടയിൽ അദ്ദേഹം എല്ലാ വർഷവും അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് തിരികെ വരുന്ന നിമിഷങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഉത്സവ കാലഘട്ടങ്ങൾ, നമ്മളുടെ ഈ അമ്പലങ്ങളായി, പ്രത്യേകിച്ച് അയ്യപ്പക്ഷേത്ര, പാടത്തിനക്കരയിലെ അയ്യപ്പക്ഷേത്രത്തിൻ്റെ ഉത്സവ കാലഘട്ടത്തിലൊക്കെ ഇവരുടെ സാന്നിധ്യം വളരെ ഇവിടെ പതിവായിരുന്നു. അപ്പോൾ എപ്പോഴൊക്കെ ആണോ ഈ കൊട്ടാരത്തിൽ വരേണ്ടി വരുന്നത്, ആ സമയങ്ങളിൽ ഇവിടെ ഇരുന്ന് വരയ്ക്കാനും സ്വസ്ഥമായിട്ട് അതിന് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ചിത്രശാല പണി കഴിപ്പിക്കുക. അപ്പോൾ ഈ ചിത്രശാല തന്നെയാണ്, ഇപ്പോൾ ചോദിച്ചില്ലേ കിളിമാനൂർ, എൻ്റെ ഓർമ്മകൾ എന്നുള്ളതല്ല, ചരിത്ര സത്യങ്ങളാണിതെല്ലാം. ജീവിതത്തിൽ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഇത് പലർക്കും ചരിത്രം എന്ന് പറയുന്നത് എന്താ പറയുക, അത് നമ്മുടെ വേരുകളാണ്. അതിനെ മറന്നിട്ട് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇനി എത്ര തലമുറ കഴിഞ്ഞാലും. സർ, ഈ രവിവർമ്മ തമ്പുരാൻ്റെ കല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിത്രരചനകളെല്ലാം ഇപ്പോഴത്തെ കലാ സാംസ്കാരിക മേഖലയിൽ അധികം ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ബൃഹത്തായ സൃഷ്ടി അത് ഇൻഫ്ലുവൻസ് ആയിട്ട് സ്വാധീനിച്ചിട്ട് നിരവധി ആൾക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പം എന്താണ് ഇപ്പം പറയുന്നത്? രാജാ രവിവർമ്മ എന്ന് പറയുന്ന ചിത്രകാരൻ്റെ സ്വാധീനവും സാന്നിധ്യവും ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അത് ഏത് മേഖല എടുത്തോട്ടെ, ഫാഷൻ ടെക്നോളജി എടുക്കൂ, രവിവർമ്മ ചിത്രങ്ങളിലെ വസ്ത്രങ്ങളുടെ ഡിസൈൻ അല്ലേ, ആഭരണങ്ങളുടെ ഡിസൈൻ അല്ലേ, അതേ നേരത്തെ പറഞ്ഞു, ഒരു കാലഘട്ടത്തിൻ്റെ ചിത്രകാരനായിരുന്നു അദ്ദേഹം. ഭാരതത്തിൻ്റെ കാഴ്ചകൾ, കേരളമല്ല ഹിമാചൽ പ്രദേശ്, അതല്ല മഹാരാഷ്ട്ര, അതല്ല ഗുജറാത്ത്, അതല്ല ഹിമാലയ സാനുക്കൾ, അപ്പോൾ ഭാരതത്തിൻ്റെ എല്ലാ വിവിധ ഭാഗങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ച് കാഴ്ചകൾ വരച്ച് തന്ന വ്യക്തിയാണ്. അപ്പോൾ രവിവർമ്മയുടെ ഒരു സ്വാധീനം എന്ന് പറഞ്ഞാൽ അത് ഫാഷൻ ടെക്നോളജിയിലും അത് ഒരു സ്റ്റഡി തന്നെയുണ്ട്. സിനിമ എടുക്കൂ, ഇന്ത്യൻ സിനിമ ആയിക്കോട്ടെ, ഇനി ലോക സിനിമ ആവട്ടെ, എവിടെ ഞാൻ ഈ കലാകാരന്മാരെ പൊതുവേ പറയും, രവിവർമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ ഭാരതത്തിലൊരു കഥ മേക്ക് ചെയ്യണമെന്നുണ്ട്, രവിവർമ്മ ചിത്രങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തേ മതിയാവൂ. ഈ വേഷവിധാനങ്ങളൊക്കെ എടുക്കേണ്ട, ഈ അടുത്ത കാലത്ത് കുഞ്ഞാലി മരക്കാർ, മോഹൻലാൽ, പ്രിയദർശൻ അവരുടെ ആ സിനിമ വരുമ്പോൾ അത് ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ഇങ്ങനെ സ്ത്രീ കഥാപാത്രങ്ങളെ രവിവർമ്മ ചിത്രങ്ങളിലെ സ്ത്രീ അത് വെച്ചിട്ടാണ് ഒരു വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ആ ഡിസൈനിങ്ങിലൊക്കെ കാര്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ. അതുപോലെ ഏത് സിനിമ, ഒരു ചരിത്ര പശ്ചാത്തലമുള്ള ഏത് സിനിമ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചിത്രകാരന്മാരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും, പ്രത്യേകിച്ച് രവിവർമ്മയെ. അതുപോലെ വേറൊരു വലിയൊരു കാര്യമുള്ളത്, ഈ രവിവർമ്മ ചിത്രങ്ങളുടെ പുറകിലുള്ള വരച്ചിട്ടുള്ള ബാക്ക് ഡ്രോപ്സ്, അല്ലെങ്കിൽ ചെടികളുടെയും അല്ലേ പ്രകൃതിയുടെ ചിത്രങ്ങൾ ബാക്കിലുണ്ടാവും. അതിലെ ആ മരങ്ങളുടെ ബൊട്ടാണിക്കൽ നെയിം എന്താണ്, അതൊരു സ്റ്റഡി തന്നെ നടന്നിട്ടുണ്ട്. ഇപ്പോഴും അതിനെക്കുറിച്ചൊരു ഈ അടുത്തിടയ്ക്ക് തിരുവനന്തപുരത്തൊരു സ്റ്റഡി തന്നെ, അല്ലെങ്കിൽ ഒരു ഇതുമായിട്ടൊരു കോൺഫറൻസോ എന്തോ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ടോക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ ബാക്ക് ഡ്രോപ്സിൻ്റെ പ്ലാന്റ്സിൻ്റെ ബൊട്ടാണിക്കൽ നെയിംസ് എന്താണ്. അപ്പോൾ അങ്ങനെ വരെ ആൾക്കാർ ചിന്തിക്കുന്നു. അതുപോലെ സാഹിത്യവും രവിവർമ്മയും തമ്മിൽ ബന്ധമുണ്ട്. മഹാഭാരതമാവട്ടെ, രാമായണമാവട്ടെ, കാളിദാസൻ്റെ ശാകുന്തളവും നളചരിതവും ഇങ്ങനെയുള്ള നമ്മുടെ പുരാണങ്ങളായിട്ടുള്ള എല്ലാ സാഹിത്യ കൃതികളെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് രവിവർമ്മ ചിത്രങ്ങൾ വരച്ചിരുന്നത്. കാളിദാസന് ശകുന്തളം പഠിക്കാതെ എങ്ങനെ ശകുന്തളയെ വരയ്ക്കും?
നളചരിത ആട്ടക്കഥ മനസ്സിലാക്കേണ്ട എങ്ങനെയാണ് ഹംസദമയന്തി വരയ്ക്കുക, മഹാഭാരതവും രാമായണവും ഹൃദയസ്ഥമാക്കണ്ടേ, പുരാണം പഠിക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം പഠിച്ചിരുന്നൊരു സ്കോളറായിരുന്നു രവിവർമ്മ. അതുകൊണ്ടാണ് രവിവർമ്മ ചിത്രങ്ങൾക്ക് ഇത്ര ആധികാരികത വന്നത്. മാത്രമല്ല പ്രത്യേകിച്ച് ദേവീ ദേവന്മാരുടെ ചിത്രങ്ങൾക്ക്. എന്തുകൊണ്ട് സരസ്വതിയും ലക്ഷ്മിയും രാമനും കൃഷ്ണനും അല്ലെങ്കിൽ ഈ പുരാണങ്ങളിലെ ഏടുകൾ നമ്മൾ ഇത്രയും കൺവിൻസ്ഡ് ആവുന്നു, അതിനെ ഫോളോ ചെയ്യുന്നില്ലേ. മഹാഭാരതം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തു, രാമായണം ചെയ്തു. ഇതിലെ വേഷവിധാനങ്ങൾ ഇങ്ങനെ രവിവർമ്മ ചിത്രങ്ങളിൽ നിന്ന് തന്നെയല്ലേ അവരത് കടമെടുക്കുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യുന്നത്. നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവില്ലേ. അപ്പോൾ എന്ന് പറയുന്നത് പോലെ രവിവർമ്മയുടെ ഒരു സ്വാധീനം വളരെ വലുതാണ്. ഈ ഒരു കാലത്തും രവിവർമ്മയുടെ ചിത്രങ്ങൾ വളരെ വലുതാണ്. ഇന്ത്യൻ സിനിമ പ്രത്യേകിച്ചും. ഇന്ത്യൻ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ സാഹിത്യത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. സാഹിത്യത്തിൻ്റെ കാര്യം പറയുമ്പോൾ സാഹിത്യത്തിൽ ഈ ഡോക്ടറേറ്റ് എടുത്ത കുട്ടികളുണ്ട്. ഈ രവിവർമ്മയും ഈ പറഞ്ഞ പോലെയുള്ള സാഹിത്യവും തമ്മിൽ, ചിത്രങ്ങളും സാഹിത്യവും തമ്മിലുള്ള എങ്ങനെയാണ് കണക്ഷൻ, അതുപോലെ ഇന്ത്യൻ സിനിമ എപ്പോഴും, അത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, അത് വീണ്ടും റിപ്പീറ്റാണ്. എന്നാലും ഒരുപക്ഷെ നിങ്ങൾക്കിത് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇന്ത്യൻ സിനിമ അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഇതെല്ലാം സിനിമയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ദാദാ സാഹേബ് ഫാൽക്കെ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇന്ത്യൻ സിനിമയുടെ പിതാവ്, ദ ഫാദർ ഓഫ് ഇന്ത്യൻ സിനിമ, ദാദാ സാഹേബ് ഫാൽക്കെ രവിവർമ്മയുടെ പൂനെയിൽ അല്ലെങ്കിൽ മുംബൈയിൽ ആദ്യത്തെ പ്രസ് തുടങ്ങി. പിന്നെ പൂനെയിൽ ലോനാവാലയിൽ പ്രസ് അദ്ദേഹം ഷിഫ്റ്റ് ചെയ്തു. ആ പ്രസ്സിൽ അപ്പൻഡിക്സ് ആയിരുന്നു, അല്ലെങ്കിൽ രവിവർമ്മയുടെ ശിഷ്യനായിരുന്നു. ഒരുപാട് ആർട്ടിസ്റ്റുകളെ വേണമായിരുന്നു. അതൊരു ലിത്തോഗ്രാഫി പ്രസ്സായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് കലാകാരന്മാരുടെ കൂട്ടായ്മ വേണം. അപ്പോൾ രവിവർമ്മ ഫാൽക്കെ കൂടെ കൂട്ടിയിരുന്നു. ഫാൽക്കെ നല്ല ഫോട്ടോഗ്രാഫറായിരുന്നു, ഫാൽക്കെ നല്ല ചിത്രകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഫാൽക്കെ കൂടെ തന്നെ കൂട്ടി രവിവർമ്മ. പക്ഷേ ആ പ്രസ് പിൽക്കാലത്ത് വിൽക്കേണ്ടി വന്നു. അതിന് കാരണം രവിവർമ്മയുടെ അനുജൻ്റെ, ചുരുക്കി പറയണം, അനുജൻ്റെ മരണം, കൂടെ ഉണ്ടായിരുന്ന രാജരാജവർമ്മ, അദ്ദേഹത്തിൻ്റെ സഡൻ ഡിമൈസ്, അതുമല്ലാണ്ട് രവിവർമ്മയെ തളർത്തി. അതേപോലെ ഇന്ന് കോവിഡ് എന്ന് പറയുന്നത് പോലെ അന്ന് പ്ലേഗ് പൊട്ടിപ്പുറപ്പെട്ട് മുംബൈയിലൊക്കെ ഒരുപാട് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു. അപ്പോൾ ഇതുകൊണ്ട് പ്രസ് നഷ്ടത്തിലായി. ആ പ്രസ് അതിൽ വിൽക്കേണ്ടി വരികയും ചെയ്തു. ആ വിൽക്കുന്ന സമയത്ത്, ആ വിറ്റ സമയത്ത് ഒരു വലിയ എമൗണ്ട് കിട്ടുന്ന ഒരു വിഹിതം എടുത്ത് ഫാൽക്കെയുടെ കയ്യിൽ കൊടുക്കുകയാണ്. നിൻ്റെ സ്വപ്നം പൂവണിയട്ടെ എന്ന് പറഞ്ഞ്. ഫാൽക്കെയുടെ സ്വപ്നം എന്തായിരുന്നു? സിനിമ നിർമ്മിക്കുക, ഇന്ത്യയിൽ സിനിമ കൊണ്ടുവരിക എന്നുള്ളത്, സിനിമ സംവിധാനം ചെയ്യും. ആ പൈസയും കൊണ്ടാണ് ഫാൽക്കെ ആദ്യത്തെ ചിത്രമായ രാജാ ഹരിചന്ദ്ര എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ആദ്യത്തെ സിനിമ ചെയ്യുന്നത്. ആ ക്യാമറ വാങ്ങുന്നത്, മൂവി ക്യാമറ. അന്ന് മൂവി ക്യാമറ ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല, സ്റ്റിൽസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ലണ്ടനിൽ നിന്ന് മൂവി ക്യാമറ വരുത്തി. അപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. കൂടുതൽ പൈസ ഫാൽക്കെക്ക് വേണ്ടി വന്നിട്ടുണ്ടാകും, പക്ഷേ ആദ്യത്തെ ആ പൈസ കൊടുക്കുന്നത് ഈ മഹാനായ ചിത്രകാരനാണ്. അപ്പോൾ ഇന്ത്യൻ സിനിമയും ഈ മഹാനായ ചിത്രകാരനോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എവിടേക്കാണ് രവിവർമ്മയുടെ സാന്നിധ്യം അല്ലെങ്കിൽ സ്വാധീനം ഒന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോൾ ഈ ഗുരുവായ രാജാ രവിവർമ്മ ഇന്ത്യൻ ചിത്രകലയുടെ പിതാവായി അല്ലേ. മറ്റേ അദ്ദേഹമോ ഇന്ത്യൻ സിനിമയുടെ പിതാവായി. സിനിമ അതെ, അവാർഡുണ്ടല്ലോ. രവിവർമ്മയുടെ പേരിലും അവാർഡുണ്ട്, ഫാൽക്കെയുടെ പേരിലും അവാർഡുണ്ട്. ഞാൻ പറയുന്നതല്ല, ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ കലകളുടെയും സംഗമമാണ് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അല്ലേ. അല്ലെ, എല്ലാ രീതിയിലുള്ള വേഷവിധാനങ്ങൾ ഉണ്ടാവാം അല്ലേ, എല്ലാ രീതിയിലുള്ള സംഗീതം ഉണ്ടാവാം, എല്ലാ രീതിയിലുള്ള ആർട്ട് വർക്കുകൾ ഉണ്ടാവാം അല്ലേ. അപ്പോൾ കലകളുടെ ഒരു സമ്മേളനമാണ് ഓരോ സിനിമയും. അപ്പം അതിലൊക്കെ ഒരുപാട് കലാകാരന്മാരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് രവിവർമ്മ. അത് ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോഴാണ്. പക്ഷെ ലോക സിനിമ എടുത്തോളൂ, ലോക സിനിമ അല്ലെ, ലോകത്തിൽ എന്തും എടുത്തോളൂ, കലയും ചരിത്രവും രണ്ടല്ല, ഒന്നാണ്. ഒരു കലാകാരനിലൂടെ മാത്രമേ, അല്ലെങ്കിൽ കലയിലൂടെ മാത്രമേ ചരിത്രത്തിന് ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ, ഇപ്പം അജന്ത എല്ലോറ ഗുഹയിലേക്ക് അവിടെ ശില്പങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലേ. ഏഥൻസിൽ ചെന്നാലും ഈജിപ്തിൽ ചെന്നാലും റോമിൽ ചെന്നാലും ഒക്കെ ശില്പങ്ങളുണ്ട്. അപ്പോൾ ശില്പകല പണ്ടേ ഉണ്ട് അല്ലേ. അതുപോലെ ശിലാലിഖിതങ്ങളുണ്ട്. ഇതെല്ലാം അന്വേഷിച്ചപ്പോൾ ഇതൊക്കെ ഏതോ കാലത്ത് എഴുതിയതല്ലേ, അല്ലെങ്കിൽ വരച്ചത്, അല്ലെങ്കിൽ ചെയ്തതല്ലേ. അപ്പോൾ ഇതിലൂടെ ആവുമല്ലോ ഒരു ചരിത്രകാരൻ്റെ ഒരു സഞ്ചാരം അല്ലേ. അപ്പോൾ ചരിത്രകാരന് കല ആവശ്യമാണ്. കലയും ചരിത്രവും രണ്ടല്ല, ഒന്നാണെന്ന് പറയാൻ കാര്യം അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ രവിവർമ്മ എന്ന് പറയുന്ന മഹാനായ കലാകാരൻ എല്ലാവർക്കും സ്വീകാര്യനായിട്ട് ഇന്നും അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു.